ജിമ്മിൽ പോയാൽ മാത്രമേ ഫിറ്റ്നസ് ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ കഴിയൂ എന്ന ചിന്ത ഇനി വേണ്ട. ശരീര സൗന്ദര്യവും ആരോഗ്യവും കാക്കുന്നത് അത്യാവശ്യമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് ഇതാ ഒരു പുതിയ പ്രകൃതിയോടൊത്തുള്ള വ്യായാമമുറ. ഈ വർഷം ഈ പുതിയ വ്യായാമമുറ ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഒരൽപ്പം വിചിത്രമെന്ന് ആദ്യ കാഴ്ചയിൽ തോന്നുകയാണെങ്കിലും വളരെ ഫലവത്തായ വ്യായാമ മുറയാണിത്. അതിനു പേര് ക്വാഡ്രോബിക്സ് എന്നാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ 4 കാലിലുള്ള വ്യായാമ മുറകളാണ് ഇതിലെ മുഖ്യ ആകർഷണം. ഇപ്പോൾ ലോകമെമ്പാടും ചർച്ചയാകുന്നു. മൃഗങ്ങളെ പോലെ 4 കാലിൽ അഥവാ കൈകളും കാലുകളും നിലത്ത് മുട്ടിച്ച് ചെയ്യുന്ന വ്യായാമ രീതിയാണ് ക്വാഡ്രോബിക്സ്. മൃഗങ്ങളെ പോലെ കൈകളും കാലുകളും ഉപയോഗിച്ച് ഇഴയുന്ന പോലെയും നടക്കുകയും ചാടുകയും ഓടുകയും ചെയ്യുന്ന ഈ രീതിയിലൂടെ ലോകമെമ്പാടുമുള്ള ഫിറ്റ്നസ് പ്രേമികൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ക്വാഡ്രൂപ്പഡൽ എന്ന ഇംഗ്ലീഷ് പദത്തിൽ നിന്നാണ് ക്വാഡ്രോബിക്സ് എന്ന പേര് ഉണ്ടായത്. അതിന്റെ അർത്ഥം 4 കാലുകളിലും നീങ്ങുക എന്നതാണ്. ഇത് വിവിധ മൃഗങ്ങളുടെ ചലനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഒരു ഫിറ്റ്നസ് രീതിയാണ്. തോളിന്റെയും മധ്യഭാഗത്തിന്റെയും പേശികൾക്ക് ശക്തി നൽകുന്ന വ്യായാമമായ ബെയർ ക്രോൾ, ചലനക്ഷമതയും ബാലൻസും മെച്ചപ്പെടുത്തുന്ന കാറ്റ് ലീപ്പ്, കാർഡിയോവാസ്കുലർ ആരോഗ്യത്തിനും ക്ഷമാശക്തിക്കും സഹായിക്കുന്ന ചീറ്റ സ്പ്രിന്റ്, പിന്നിലെ പേശികൾക്കും കാൽമുട്ടുകൾക്കും ശക്തി നൽകുന്ന ക്രാബ് വാക്ക് എന്നിങ്ങനെ 4 തരം വ്യായാമ മുറകളാണ് ക്വാഡ്രോബിക്സിൽ ചെയ്യാൻ കഴിയുന്നത്. ക്വാഡ്രോബിക്സ് വ്യായാമ മുറകളുടെ ഒരു വലിയ സവിശേഷത എന്തെന്നാൽ ഇത് ചെയ്യുമ്പോൾ ജിം ഉപകരണങ്ങളൊന്നും ആവശ്യമില്ല എന്നതാണ്. ഒരു തുറന്ന സ്ഥലവും കുറച്ച് ആരോഗ്യവും മതി ക്വാഡ്രോബിക്സ് ഭംഗിയായി ചെയ്യാൻ. പരിശീലകർ പുതുതായി തുടങ്ങുന്നവർക്ക് 10 മുതൽ 15 മിനിറ്റ് വരെ ആരംഭിച്ച് അത് ക്രമേണ 30 മിനിറ്റായി ഉയർത്താൻ നിർദ്ദേശിക്കുന്നു. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ക്വാഡ്രോബിക്സ് ശരീരത്തിലെ പ്രധാന പേശികൾ മുഴുവൻ പ്രവർത്തനക്ഷമമാക്കുന്നു. സാധാരണ പ്ലാങ്കിനേക്കാൾ 20% കൂടുതൽ കോർ ആക്ടിവേഷൻ നൽകുകയും ശരീര ഭംഗിയും ബാലൻസും മെച്ചപ്പെടുത്തുന്നതുമായ ഈ വ്യായാമം ഹൃദയാരോഗ്യത്തിനും ഉത്തമമാണെന്ന് കരുതപ്പെടുന്നു. ക്വാഡ്രോബിക്സ് ചെയ്യുന്ന ഒരാൾക്ക് 15 മിനിറ്റിൽ 200 മുതൽ 300 കലോറി വരെ കുറയ്ക്കാമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മാനസിക ആരോഗ്യത്തിനും ഇതിന് ഗുണമുണ്ട്. ചലനത്തിലൂടെയുള്ള ധ്യാനം എന്നാണ് പലരും ക്വാഡ്രോബിക്സിനെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ക്വാഡ്രോബിക്സ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടതായി ചിലതുണ്ട്. തെറ്റായ രീതിയിൽ ക്വാഡ്രോബിക്സ് ചെയ്താൽ മുട്ടിനും കൈമുട്ടിനും സമ്മർദ്ദമുണ്ടാകാം, കേടുപാടും സംഭവിച്ചേക്കാം. അതുകൊണ്ട് പുൽത്തകിടികൾ പോലെയുള്ള മൃദുവായ സ്ഥലങ്ങളിൽ പ്രാക്ടീസ് ചെയ്യുകയാണ് ഉത്തമം. ഫിറ്റ്നസിന് വേണ്ടി ജിമ്മിൽ പോകേണ്ട കാര്യമില്ല എന്ന് ക്വാഡ്രോബിക്സ് പ്രേമികൾ ഒറ്റ സ്വരത്തിൽ പറയുന്നു. അപ്പോൾ ഇനി ക്വാഡ്രോബിക്സ് ശ്രമിച്ച് നോക്കാവുന്നതാണ്. പക്ഷേ തുടങ്ങുന്നതിന് മുമ്പ് കാലിലെയും കൈയിലെയും എല്ലുകളുടെയും പേശികളുടെയും ശക്തി കൂടി ഒന്ന് പരിശോധിച്ചേക്കണം. നിങ്ങളുടെ ഡോക്ടർ അനുവദിക്കുകയാണെങ്കിൽ ഇത് ധൈര്യമായി തുടങ്ങാം. ബെയർ ക്രോൾ, കാറ്റ് ലീപ്പ്, ചീറ്റ സ്പ്രിന്റ്, ക്രാബ് വാക്ക് എന്നീ ചലനങ്ങൾ പരീക്ഷിച്ചോളൂ. ആരോഗ്യത്തോടൊപ്പം മനസ്സിനും സുഖം ലഭിക്കും. തോളുകൾ, കാൽമുട്ടുകൾ, പിൻഭാഗം എന്നിങ്ങനെ ശരീരത്തിലെ പ്രധാന പേശികൾ എല്ലാം ഒരുമിച്ച് പ്രവർത്തിപ്പിക്കാൻ ഈ വ്യായാമം കൊണ്ട് സാധ്യമാകും. കോവിഡ് കാലത്തിന് ശേഷം പലരും പരമ്പരാഗത ജിം പ്രക്രിയകൾ വിട്ട് സ്വാഭാവികമായ ചലനങ്ങൾ തിരഞ്ഞെടുത്തതോടെയാണ് ക്വാഡ്രോബിക്സ് പ്രചാരം നേടിയത്. സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായതോടെ ഈ വ്യായാമ മുറകൾ ഏറെ ജനശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്.